എൻ്റെ പേര് സബീന സുധീർ. ഞാൻ കായംകുളമാണ് എൻ്റെ സ്ഥലം. ഞാൻ 2024 വായിൽ നിന്ന് ബ്ലഡും കാലിൽ നീരുമായിട്ടാണ് ഫാദർ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. 2017 എൻ്റെ അസുഖം കണ്ടുപിടിക്കുന്നത് തന്നെ. ടെമ്പറേച്ചർ കൂടുതലും പനിയുടെ ലക്ഷണവും ക്ഷീണവും അവശതയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു ലിവറിന് വലിപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയി കാണിക്കാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ ശേഷമാണ് ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഫാദർ ഡോക്ടർ ഒരു വീഡിയോ കാണാൻ ഇടയാകുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഞാൻ മനസ്സിന് വലിയ ഇത് കൊടുത്തില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് അത് ഇവിടുത്തെ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഫാദർ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് വിചാരിച്ച് വെച്ചപ്പം അവിടുന്ന് ഡോക്ടറെ വർത്തമാനത്തിലൂടെയാണ് ഞങ്ങളത് ജീവിതത്തിലേക്ക് പിന്നെ ഒരു വെളിച്ചമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഫാദർ ഡോക്ടറെ ആ ഒരു മോട്ടിവേഷനെ പുറത്താണ് ഞാനിപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് പോലും. ഞങ്ങളുടെ ജീവിതം തിരിച്ചു തന്നത് ഫാദർ ഡോക്ടറാണ്. ICUലായാലും ശരി, അവിടുത്തെ സിസ്റ്റർമാരുടെയും ഫാദർ ഡോക്ടറെയും എല്ലാവരുടെയും ഒരു മോട്ടിവേഷനും അതേപോലെ തന്നെ ജീവിതത്തിൽ അവർ തന്ന ഏറ്റവും അവരെയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പോലും പറ്റത്തില്ല. സാധാരണ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ ശേഷമാണ് സർജറി വേണ്ടാന്ന് പോലും വിചാരിച്ചത്. പക്ഷേ ഇവിടെ നേരത്തെ എത്തിപ്പെടേണ്ടതെന്ന് ഞങ്ങൾക്ക് അന്നേരം തോന്നി. കാരണം എനിക്ക് 2017 എനിക്ക് അസുഖം കണ്ടുപിടിച്ചത്. പക്ഷേ 2024 വരെ ഞാൻ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് പല ഹോസ്പിറ്റലും കയറി ഇറങ്ങി. അതിനുശേഷമാണ് ഫാദർ ഡോക്ടറെ കുറിച്ച് അറിഞ്ഞതും ഇവിടെ വരികയും ചെയ്തത്. ഇവിടെ വന്ന് ഈ ICUലെ സിസ്റ്റർമാരോടായാലും അവിടുത്തെ ഡോക്ടേഴ്സിനോടായാലും ഫാദർ ഡോക്ടറിനായാലും ഷെഫീഖ് ഡോക്ടറോടായാലും ഇവിടുത്തെ 8ാം വാർഡിലെ സിസ്റ്റർമാരോടായാലും തീരാത്ത കടപ്പാടുണ്ട്. അതേപോലെ സ്റ്റാഫിനോടും കോർഡിനേറ്റർമാരോടും എല്ലാവരോടും. കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങൾക്കിത്. ഞങ്ങളുടെ ലൈഫ് തിരിച്ചു വന്ന് ഇവിടെ ഉള്ളവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ടാണ്. ട്രാൻസ്പ്ലാന്റ് എനിക്ക് ആദ്യം കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിരുന്നു. കാരണം മുന്നോട്ട് ഇനി അങ്ങനൊരു നമ്മൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഡോക്ടർ തന്നൊരു ധൈര്യം, പിന്നെ ഇത്രയും നാൾ ബുദ്ധിമുട്ടിയതിൻ്റെ ഒരു ലേശം മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓക്കെയാണ്, നമ്മുടെ പഴയ ജീവിതം പോലാണ്. നമുക്ക് വേദനകളില്ല, ബുദ്ധിമുട്ടുകളില്ല. കാരണം ഈ ഒരു ഇത്ര 8-9 വർഷം കൊണ്ട് അനുഭവിച്ചതിൻ്റെ പകുതി എന്നല്ല അതിൻ്റെ കാൽഭാഗം പോലും നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. നമുക്ക് അത്രയും വേദന പോലും തോന്നാറില്ല. എനിക്ക് ജീവിതത്തിൽ നല്ലപോലെ ഭക്ഷണം മാറ്റി കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അവിടുന്ന് മാറിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് പോലും. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു പകുതി അസുഖം എൻ്റെ വൈഫിൻ്റെ മാറിയെന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിൽക്കുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമുക്ക് അത്ര എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഒരു 6 ഹോസ്പിറ്റലോളം കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇത്രയും പറയുമ്പം അത് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ 3/4% പോയത് പല ഹോസ്പിറ്റലും കയറി ഇറങ്ങിയാണ്. ഞങ്ങൾ ഏകദേശം 2-3 വർഷങ്ങളായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നത് പോലും. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾക്ക് ഡോക്ടർമാർ തന്നിട്ടുള്ളായിരുന്നു നേരത്തെ. കാരണം അധികം നാളില്ല. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് മേടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇനിയും ജീവിതം ഉണ്ടെന്ന്, ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് റിക്കവർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് തന്നെ.